എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നൊരു ദൂരയാത്ര പോകാനുണ്ട്. ഈരാറ്റുപേട്ടയ്ക്കാണ്. അപ്പോൾ രാവിലെ കാക്കിയൊക്കെ തേച്ചിട്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അവർ സ്കൂൾ വിട്ടിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. ദൈവത്തിന് ചെറിയ സങ്കടമുണ്ട് സ്കൂളിൽ പോകാനായിട്ട്. അതുകൊണ്ട് രണ്ടുപേരെയും കൊണ്ട് അടുത്തുള്ള തോട്ടിൽ പോയിട്ട് കുറച്ച് കല്ലൊക്കെ എറിഞ്ഞ് അപ്പോൾ ദാ വണ്ടി വന്നിട്ടുണ്ട്. ഈ വണ്ടിക്കാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അവർ സ്കൂളിൽ വിട്ടിട്ട് ഒരു ചെറിയ ഓട്ടം പോകാൻ്റെ കേട്ടോ. ഈ മൊയിലിന് നമുക്കൊരു കടയിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. തിരിച്ച് നമ്മൾ ശാസ്താവിൻ്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഈ അമ്പലത്തിൽ മേൽശാന്തി വീട് ഈരാറ്റുപേട്ടയാണ് കേട്ടോ. ആൾ ഇവിടുത്തെ ജോലി നിർത്തി നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആളിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ആളുടെ കുറച്ച് ലഗേജൊക്കെ ഉണ്ട്. ആളെ വീട്ടിലിടാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴി നല്ല നല്ല കയറ്റവും നല്ല വളവും ഇറക്കമൊക്കെയാണ്. തൊടുപുഴ മുട്ടം വഴിയാണ് നമ്മൾ പോയത് ഈരാറ്റുപേട്ടയ്ക്ക്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഹൈ റേഞ്ച് പോകും പോലെയാണ്. തിരിച്ച് വന്നപ്പോൾ വണ്ടി ചെറിയ പഞ്ചറുണ്ടായിരുന്നു. അപ്പോൾ കോഴിപ്പള്ളി പോയി പഞ്ചർ ഒട്ടിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മളത്തെ NCCയുടെ ലഹരി വിരുദ്ധ ജാഥ നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഏകദേശം സന്ധ്യയായി. വേറെ ഓട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. വീട്ടിലെത്തിയപ്പോൾ ഈ കിളിയെ തുളത്ത് വെച്ചിരിക്കുന്നുണ്ട് രണ്ടുപേരും. നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിക്കൊണ്ട് നല്ല ഇണക്കമുള്ള കിളിയാണ് കേട്ടോ. രണ്ടുപേരും കൊണ്ട് കളിക്കാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.